തിരുവനന്തപുരം കണിയാപുരത്ത് വൻ ലഹരിവേട്ട. 2 ഡോക്ടർമാർ അടക്കം 7 പേർ വലയിൽ. MDMA-യും ഹൈബ്രിഡ് കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, ഈ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ലഹരി വസ്തുക്കൾ തലസ്ഥാനത്തേക്ക് എത്തിയെന്ന വിവരങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. പലയിടങ്ങളിൽ നിന്നും ചെറിയ തോതിലെങ്കിലും പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു, കണ്ടെത്തുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ 2 ഡോക്ടർമാർ അടക്കം പിടിയിലായിട്ടുണ്ട്. എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, കണിയാപുരത്താണ് ഇന്നലെ രാത്രി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 4 ഗ്രാം MDMA-യും അതുപോലെ തന്നെ 100 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമാണ് പിടികൂടിയിരിക്കുന്നത്. 7 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ 2 പേർ, ഒരാൾ ഡോക്ടറാണ്, ഒരാൾ BDS വിദ്യാർത്ഥിയാണ്, അവസാന വർഷ വിദ്യാർത്ഥിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. നെടുമങ്ങാട് സ്വദേശി അസിം, കൊല്ലം സ്വദേശി അവിനാഷ്, തൊളിക്കോട് സ്വദേശി അജിത്, കിഴക്കേക്കോട് സ്വദേശി വിഘ്നേഷ്, പാലോട് സ്വദേശി അൻസിയ, കൊട്ടാരക്കര സ്വദേശി ഹലീന, അതുപോലെ കൊല്ലം സ്വദേശിയായ ഹരീഷ് എന്നിവരെയാണ് പോലീസ് ഡാൻസർ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ കണിയാപുരത്തെ തോപ്പിൽ ഭാഗത്ത് ഒരു വാടക വീട്ടിൽ ഇവർ ഈ ഒരു ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ്, ഡാൻസർ സംഘം നടത്തിയ പരിശോധനയിലാണ് ഇവരിൽ നിന്നും ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ 2 പേർ ഡോക്ടർമാരാണ്. അതിലൊരാൾ BDS വിദ്യാർത്ഥി, അവസാന വർഷ വിദ്യാർത്ഥിയാണ്, ഒരാൾ IT ജീവനക്കാരനാണ്. അതുപോലെ തന്നെ ഇവർ ബാംഗ്ലൂരുവിൽ നിന്നും MDMA കൊണ്ടുവന്നതാണ് ഈ വിദ്യാർത്ഥികളെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ഒരു പ്രൊഫഷണൽ ഡോക്ടറായ വിദ്യാർത്ഥി ബാംഗ്ലൂരുവിൽ നിന്ന് വന്ന സമയത്ത് ഈ ഒരു MDMA-യും അതുപോലെ തന്നെ ഹൈബ്രിഡ് കഞ്ചാവും എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് ഡാൻസർ സംഘം ഇപ്പോൾ നൽകുന്ന ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. തുടർന്ന് ഈ ഒരു കണിയാപുരം പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇവരുടെ വാടക വീട്ടിൽ നിന്നും ഇത്തരത്തിലൊരു ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയുണ്ടായത്. മറ്റ് പരിശോധനകളൊക്കെ തന്നെ നടന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഹൈബ്രിഡ് കഞ്ചാവിന് ഗ്രാമിന് 3000-ഓളം രൂപയാണ് വില വരുന്നത്. അത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ്, പ്രത്യേകിച്ച് പുതുവത്സര സമയത്ത് നമുക്കറിയാവുന്നതാണ്, മുൻപ് പോലീസിന്റെ സുരക്ഷയൊക്കെ കർശനമാക്കിയിരിക്കുന്ന സാഹചര്യത്തിലും ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ. ഈ ഒരു 3000 രൂപ, ഗ്രാമിന് 3000 രൂപ വില വരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാം. കാരണം വിദ്യാർത്ഥികളാണ് ഈ ഒരു ഹൈബ്രിഡ് കഞ്ചാവും അതുപോലെ തന്നെ MDMA-യും ഒക്കെ തന്നെ ഈ വിദേശത്ത് നിന്നും അതുപോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ തന്നെ കേരളത്തിൽ ഉള്ള ഒട്ടുമിക്ക ജില്ലകളിലും എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കും. എന്തായാലും കർശന നടപടി തന്നെയായിരിക്കും ഇവർക്കെതിരെ ഉണ്ടാകുക എന്നാണ് ഡാൻസർ സംഘം അതുപോലെ തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നത്. എന്തായാലും ഇവരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം കണിയാപുരത്ത് വൻ ലഹരി വേട്ട. 2 ഡോക്ടർമാരടക്കം 7 പേരെ പിടികൂടി. MDMA ഉണ്ടായിരുന്നു ഇവരുടെ കൈവശം എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീനന്ദയാണ്, SP ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.